ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കിഷ്കിന്ധാകാന്തം എന്ന് പറയുന്ന സിനിമയുടെ ഭയങ്കര വിജയത്തിന് ശേഷം അതേ ടീം ഒന്നിക്കുന്ന സിനിമയാണ് എക്കോ. അതിനകത്ത് സന്ദീപാണ് കേന്ദ്ര കഥാപാത്രം മാറ്റുന്നത്. പിന്നെ നരനുണ്ട്, നമ്മുടെ ബിനു പപ്പനുണ്ട്, അങ്ങനെ ഒത്തിരി നല്ല കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ പടം ഇന്ന് റിലീസ് ആകുവാണ്. അപ്പോൾ ഇന്നലെ പ്രീമിയർ ഷോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെച്ചിട്ട് നമ്മളൊരു റിവ്യൂ ചെയ്യുവാണ്. ബാക്കി ഇന്ന് സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ അവരുടെ വിധി എഴുതുക. അപ്പം എന്തായാലും പ്രീമിയർ ഷോ കഴിഞ്ഞപ്പം ആ പടത്തിന് ഭയങ്കര ഒരു നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പടം നല്ലൊരു ത്രില്ലറാണ്. പീക്ക് ലെവലിൽ നമ്മളെ ആ സസ്പെൻസൊക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള മ്യൂസിക്. മുജീബ് മജീദാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയൊരു നല്ലൊരു പീക്ക് ലെവൽ ഒരു റെസ്പോൺസാണ് നമുക്ക് പ്രീമിയർ ഷോ കഴിഞ്ഞപ്പം എക്കോ കിട്ടിയത്. അപ്പം പടം ഇന്ന് വിനായക് ബൂത്തയുടെ കൂടെ ഒരു റിലീസാണ്, ക്ലാഷ് റിലീസ് എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം സന്ദീപ് ഏതാനും സിനിമ കൊണ്ട് തന്നെ ഭയങ്കര ഒരു പ്രേക്ഷക സപ്പോർട്ട് അല്ലെങ്കിൽ പ്രേക്ഷക പ്രീതി നേടിയൊരു നടനാണ്. അപ്പം ആ നടൻ വീണ്ടും ഇതേ ആ സക്സസ്ഫുൾ ടീമിൻ്റെ കൂടെ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പടത്തിന് ചെറിയ ഹൈപ്പ് കൂടി. പടത്തിന് ഇപ്പോൾ വന്നേക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച്, പ്രീമിയർ ഷോസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചും ഭയങ്കര ഒരു റിപ്പോർട്ടാണ്. നല്ലൊരു റെസ്പോൺസാണ് പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ത്രില്ലർ മൂവി തന്നെയാണ് എക്കോ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് മ്യൂസിക്കൊക്കെ നമ്മളെ പിടിച്ചിരുത്തും എന്നൊക്കെയാണ്. പിന്നെ റൈറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഡയറക്ഷൻ്റെ കാര്യമാണെങ്കിലും എല്ലാം പൊളിയാണെന്നുള്ള രീതിയിലാണ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്. അപ്പം പടത്തിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ നല്ലൊരു നമുക്ക് കാണാൻ തോന്നുന്ന തരത്തിലുള്ളൊരു ട്രെയിലറായിരുന്നു. അത്ര നല്ലൊരു ക്ലീൻ ട്രെയിലറായിരുന്നു നമുക്ക് എക്കോടെ കാണാൻ സാധിച്ചത്. അപ്പോൾ പടവും അതേ ലെവൽ തന്നെ ബിഗ് സക്സസ്ഫുൾ ആകട്ടെ. അപ്പം എന്തായാലും പ്രീമിയർ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ സക്സസ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഇനിയും പ്രേക്ഷകരാണ് വിധി എഴുതേണ്ടത്. അപ്പോൾ പടം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഈ വീഡിയോ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ പടം കാണാൻ പോകുന്നവർ പോട്ടെ. അപ്പം എന്തായാലും പ്രീമിയർ ഷോസിൻ്റെ റിവ്യൂസ് വെച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം ചിലർ ചോദിക്കും പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇയാൾ വന്നിട്ട് ഇത് ചെയ്തെന്ന്. അപ്പം വീഡിയോ കണ്ടിട്ട് നമ്മുടെ പല വീഡിയോസിനും നമ്മൾ പ്രീമിയർ ഷോസ് കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കാണാതെ ചിലവർ വന്നിട്ട് തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങൾ എവിടുന്ന് കിട്ടി എന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് മാത്രം കമൻറ്റ് ചെയ്യുക. അല്ലാതെ ആദ്യം വന്നിട്ട് ഇയാൾക്ക് എവിടുന്ന് കമൻറ്റ് ചെയ്ത് കിട്ടി എന്നുള്ള രീതിയിൽ ആരും കമൻറ്റ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പം 3-4 പ്രാവശ്യം പറഞ്ഞ് പ്രീമിയർ ഷോയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന്. അപ്പം എന്തായാലും ബിഗ് ഒരു സക്സസ് ആകട്ടെ ഈ പടം. അപ്പം കിഷ്കിന്ധാകാന്തം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചൊരു റെസ്പോൺസ് കിട്ടി നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ സിനിമ. അപ്പം എന്തായാലും നല്ല റെസ്പോൺസാണ് പടത്തിന് ഇപ്പം കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ പ്രേക്ഷകരാണ് എല്ലാം പറയേണ്ടത്. അപ്പം എന്തായാലും പടം ഇന്ന് റിലീസാണ്. ബാക്കി എന്തായാലും നല്ലൊരു ത്രില്ലർ മൂവി തന്നെ നമ്മൾ മലയാളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും നമുക്ക് ബാക്കിയെല്ലാം റിലീസിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ബൈ.